ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷിം വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നലെ മുതൽ പ്രവാസികൾക്ക് നാട്ടിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നോർക്ക രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു രജിസ്ട്രേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന ആളുകൾക്ക് നാട്ടിൽ ക്വാറന്റൈൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിവര ശേഖരണം മാത്രമാണ് എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മുൻഗണനാക്രമങ്ങളോ അല്ലെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഓഫറുകളോ ഫ്രീ സർവീസോ ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ പോകുന്ന ആളുകൾ സ്വന്തം നിലക്ക് ടിക്കറ്റുകൾ എടുക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾ COVID-19 ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇന്നത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന ആളുകൾക്ക് COVID-19 നെഗറ്റീവ് റിപ്പോർട്ട്, അതായത് COVID-19 ഇല്ല എന്നുള്ള ഒരു സാക്ഷ്യപത്രം നിർബന്ധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഗൾഫിലെ സാഹചര്യത്തിൽ ഒരു COVID-19 ടെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത് വളരെയധികം അപ്രായോഗികമാണ്. നമുക്കൊരു നോർമൽ ഒരു രോഗലക്ഷണവുമായി ചെന്നാൽ തന്നെയും ഒരു ടെസ്റ്റ് നടത്തി കിട്ടുക വളരെയധികം ബുദ്ധിമുട്ടാണ്. തിരിച്ച് 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആണെങ്കിൽ മാത്രമേ അവർ കോവിഡിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളും ടെസ്റ്റുകളൊക്കെ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നാട്ടിൽ പോകുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് ഒരു COVID-19 ടെസ്റ്റ് നടത്തിത്തരും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. നിലവിൽ ദുബായിലെല്ലാം പ്രൈവറ്റ് സെക്ടറിലൊക്കെ COVID-19 ടെസ്റ്റ് നടത്തുന്നുള്ള ഫെസിലിറ്റികളും സംവിധാനങ്ങളും ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ മറ്റു ഗൾഫ് നാടുകളിൽ, ഇപ്പോൾ കുവൈത്തിലൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ ഈ ഒരു COVID-19 ടെസ്റ്റ് നടത്താനായിട്ടുള്ള യാതൊരു സംവിധാനങ്ങളോ അനുമതിയോ ഇല്ല, എല്ലാം ഗവൺമെൻറ് അണ്ടറിലാണ്. അപ്പോൾ നാട്ടിൽ പോകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഒരു ടെസ്റ്റ് നടത്തരും എന്നുള്ള കാര്യം സംശയമാണ്. ഇന്ത്യ ഗവൺമെൻറ്, എംബസി, കേരള ഗവൺമെൻറ് എല്ലാം ഈ ഒരു ടെസ്റ്റ് നടത്താനായിട്ടുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പാടാക്കുമോ, ഗൾഫ് നാട്ടിൽ ഏർപ്പാടാക്കുമോ എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ COVID-19 ടെസ്റ്റ് നടത്തുക എന്നുള്ളത് വളരെയധികം അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ നാട്ടിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ കൊണ്ട് യാതൊരുവിധ കാര്യവും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. നിലവിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഗവൺമെൻറ് ലെവലിലൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമോ എന്നുള്ള അതും സംശയമാണ്. എന്തായാലും ഇതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. എങ്ങനെ നമുക്ക് COVID-19 ടെസ്റ്റ് സ്വന്തം നിലയിൽ നടത്താൻ സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നല്ല നല്ല വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.